നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം കഠിനകുളത്ത് ആതിര എന്ന വീട്ടമ്മയെ കഴുത്തറുത്ത നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ പോലീസ് പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. അതിനുശേഷം 2 ദിവസം പിന്നിടുമ്പോഴാണ് പ്രതിയായിട്ടുള്ള ജോൺസൺ ഔസേപ്പിനെ കോട്ടയം ചിങ്ങവനത്ത് നിന്ന് പോലീസ് ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. കസ്റ്റഡിയിലെടുക്കുന്ന സമയത്ത് പ്രതി വിഷം കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്നാണ് പോലീസ് അറിയിച്ചത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രതി ചികിത്സയിലുള്ളത്. അപ്പോൾ ഈ ഒരു വിഷം കഴിച്ചത് ഏതായാലും ഇനി പോലീസാൽ പിടിക്കപ്പെടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് മരിക്കാൻ തീരുമാനിച്ചത്. അപ്പോഴേക്കും പോലീസ് സംഭവ സ്ഥലത്ത് എത്തി വളഞ്ഞു പ്രതിയെ പിടികൂടുകയായിരുന്നു. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇനി എവിടെ നിന്നാണ് ഈ വിഷം വാങ്ങിയതെന്നും ഇത് ആതിരയുടെ വീട്ടിലേക്ക് വരുമ്പോൾ കയ്യിൽ കരുതിയിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം ഉയരുകയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ റിട്ടയർഡ് SP ആയിട്ടുള്ള ജോർജ് ജോസഫ് മലയാളി വാർത്തയോട് പ്രതികരിച്ചത് കേൾക്കാം. ഇയാള് പെരുമാതുറയ്ക്കടുത്ത് 2-3 ദിവസം കൊണ്ട് ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവളെയും വിളിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആതിരയും വിളിച്ചുകൊണ്ട് ഒന്നിച്ച് താമസിക്കാനുള്ള നീക്കത്തിൻ്റെ തുടർച്ചയായിരിക്കണം അയാൾ അത് ചെയ്തത്. പക്ഷേ അവിടെ ഒരു മുറിയെടുത്ത് താമസിക്കാനും ഇയാൾ ആതിരയിൽ നിന്ന് 2500 രൂപ 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സംഭവത്തിന് ശേഷം ഇയാൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ആതിരയുടെ സ്കൂട്ടർ എടുത്ത് ആണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അവിടുന്ന് ട്രെയിൻ കയറിയതായിട്ട് പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തതെന്നും കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അയാൾ ചിങ്ങവനത്ത് ഇറങ്ങി ഇയാളുടെ പടങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അയാൾ ട്രെയിനിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അയാൾ ചിങ്ങവനത്ത് ഇറങ്ങിയത്. ചിങ്ങവനത്ത് ഇറങ്ങി ഇയാൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പം അയാൾ വിഷം കഴിച്ചു എന്നാണ് തോന്നുന്നത്. ആ വിഷം അയാൾ എവിടുന്ന് വാങ്ങിച്ചു, എങ്ങനെ കഴിച്ചു എന്നൊക്കെ പോലീസ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതേ രീതിയിലുള്ള വിഷം അയാൾ നേരത്തെ കൈവശത്തിലുണ്ടായിരുന്നോ, അത് തന്നെയാണോ ആതിരയ്ക്ക് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് ചിങ്ങവനത്ത് വെച്ച് വിഷമടിച്ച ജോൺസൺ ഔസേപ്പിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സമയത്ത് തന്നെ ചിങ്ങവനം പോലീസ് ഇയാൾ വാണ്ടഡ് ക്രിമിനൽ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാണെന്ന് പറയുന്നു. കഠിനകുളത്ത് നിന്ന് പോലീസ് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അയാളുടെ സ്ഥിതിവിശേഷം എന്താണെന്ന് അറിയില്ല. എങ്കിലും അയാൾക്ക് സമൂഹത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം ഇറങ്ങി നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ബോധ്യം വന്നത്. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പല സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നു കഴിഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം വിഷം എടുത്ത് അടിച്ചത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിലുള്ള അപകടം എന്താണ്, ഇൻസ്റ്റഗ്രാമിൽ പരിചയമില്ലാത്ത ആളുമായിട്ട് നടക്കുന്ന ഇത് ദൂഷ്യം എന്താണ് എന്നൊക്കെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ധാരാളം സംഭവങ്ങൾ ഇതേ സമാന രീതിയിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കൂടുതലായുള്ള വിവരങ്ങൾ ഇതുവരെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി സ്ട്രേഞ്ചേഴ്സായിട്ട് പരിചയപ്പെട്ടാൽ അതിൽ അപകടം ഉണ്ടാവും. നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പതുക്കെ അവൻ കമഴ്ത്തിക്കൊണ്ട് പോകും. നിങ്ങളുടെ ആഭരണങ്ങൾ തീർച്ചയായിട്ടും പതുക്കെ ഊരിക്കൊണ്ട് പോകും. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ സാധിക്കത്തില്ല. പരിചയപ്പെട്ട് അടുത്ത് കഴിയുമ്പോൾ ഇവൻ്റെ തനിനിറം മനസ്സിലാവുകയുള്ളൂ. ആ രീതിയിലുള്ള ക്രിമിനൽ തന്നെയാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.